ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി എടുത്തുക ഫൈനൽ എപ്പിസോഡ്. പിന്നെ 3 ബോയ്സ് വന്ന് ഹീറോമാരെ പിടിച്ചായിരുന്നു. ഹീറോമാർക്ക് ടെൻഷനായി. അങ്ങനെ വന്ന് എല്ലാ ഹീറോമാർ പിന്നെ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് വന്നു. അങ്ങനെ അവരെ പിടിച്ച് പുറത്തിറങ്ങി. ഓരോ ബോയ്സിനെ പിടിച്ച് അകത്തിട്ടു, ജയിലിട്ടു. അങ്ങനെയായിട്ട് കുട്ടികൾ ഇത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ടൈം പാസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ നാടെല്ലാം കറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു ചെക്കന് വന്നു. ആ റോസ് മെയിനായിട്ട് റോസിൻ്റെ ഹസ്ബൻഡൊക്കെ ഷോക്കായി. ആരായി ഇവൻ വിളിക്കുന്നത്? ഹായ് ബ്യൂട്ടിഫുൾ ഗേൾ, നിനക്ക് മാരേജ് ആയോ? ഞാൻ എൻ്റെ വീട്ടിൽ നിനക്ക് പ്രപ്പോസ് ചെയ്തത്. റോസിൻ്റെ ഹസ്ബൻഡ് റോസിനെ മുറക്കാൻ തുടങ്ങി. അയ്യോ സാർ, സോറി സീനിയർ, എനിക്ക് ഓൾറെഡി മാരേജ് ആയി എന്ന് ആ ചെക്കനെ കണ്ട് തെറിച്ച് ഓടിപ്പോയി. അങ്ങനെയായിട്ട് റോസിനെ കണ്ട് ശരി ഓക്കെ. ഹായ് അനു, നിനക്ക് മാരേജ് ആയോ? എൻ്റെ ഒരു ബോയ്സിനെ സോട്ടിട്ട്. ആരാ? അയ്യോ ഈ സീനിയറാ. സോറി സീനിയർ, എനിക്ക് മാരേജായി. റോസ് അനുവിനക്ക് ഷോക്ക്. അങ്ങനെയായിട്ട് ആ സീനിയർ വന്ന് വിളിയാൻ തുടങ്ങി. അതേ സീനിയറായിരുന്നു. അങ്ങനെയായിട്ട് ആ സീനിയർക്ക് 3 പേരെ അവളെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ, നിങ്ങൾക്ക് മാരേജ് ആയി. അപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെ. അങ്ങനെയായിട്ട് അങ്ങനെ ഇവിടെ കണ്ട്. ഹായ് പ്രിയ. അയ്യോ സീനിയർ, നിങ്ങൾ എന്താ ഇവിടെ? ആദ്യമായിരുന്നു ആ സീനിയർ. അതേ സീനിയർ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നിനക്ക് മാരേജ് ആയോ? അതേ സീനിയർ, ഞങ്ങൾക്കെല്ലാവർക്കും മാരേജ് ആയി സാർ. സീനിയർ, ആറും വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല സീനിയർ. ശരി, ആറാം ഇവിടെ നിന്ന് പോയി. ജംഗി പിടിച്ചോണ്ട് വന്നു. സീനിയർ ഈസ് മൈ ഹസ്ബൻഡ്. ബാക്കി 6 പേർക്ക് ടെൻഷനാകാൻ തുടങ്ങി. ശരി, ആറാം പറയുന്നു. ഉണ്ടാതിരിക്കും, എന്ത് നടക്കുന്നു നോക്കാതെ ആറാം പറയാൻ തുടങ്ങി. സീനിയർ എന്നെ വേണ്ടി ട്രൈ ചെയ്യുന്നത്. സീനിയർ മൈ ഹസ്ബൻഡ്. ജംഗിക്ക് നോക്കാൻ തുടങ്ങി. എന്താ ഇവിടെ നടക്കുന്നത്? സീനിയർ, എന്താ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ പറയാൻ തുടങ്ങി. സീനിയർക്ക് കൺഫ്യൂസായി. ശരി ഓക്കെ, അങ്ങനെ അവിടുന്ന് പോയി. സീനിയർ അവിടുന്ന് പോയി. ഞങ്ങൾക്ക് പറയാൻ തുടങ്ങി. എന്താ? ഒന്നില്ല, ആ സീനിയർ എൻ്റെ മേലെ റൂട്ടിടാം. ഞങ്ങൾക്ക് ഞാൻ മൂക്കിന് ഉടച്ച് വരുന്നത്. ഇല്ല സമാധാനമാക്കി. അങ്ങനെ അവരെല്ലാം സംസാരിക്കുക. അതിന് കുറച്ച് ഗേൾസ് വരുന്നത് സ്കൂൾ പഠിക്കുമ്പോൾ ഗേൾസെല്ലാം ബുള്ളിങ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ആ ഗേൾസ് വന്ന് അങ്ങനെ റൂട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ഗേൾ വന്ന് പറഞ്ഞു, ജിന്നിനെ സൈറ്റ് അടിക്കാമായിരുന്നു. നീ എന്നടി എൻ്റെ ഹസ്ബൻഡ് സൈറ്റ് അടിക്കുക? എൻ്റെ ഹസ്ബൻഡാ? സോറി. അപ്പോൾ പിന്നെ ഒരാളെ നോക്കാത്തത്. ആ പെണ്ണ് അവിടുന്ന് പോയി. ഗേൾസോട് പറയുന്നത്. ആ പെണ്ണ് കോൾ വന്നത്. ആ പെണ്ണ് അവിടുന്ന് പോയി. പിന്നെ ഒരു ഗേൾ വന്ന് സൈറ്റ് അടിക്കായിരുന്നു. ആരും ഇവൾ നോക്കും. ആറും നോക്കുന്നു. ആറും ഈസ് മൈ ഹസ്ബൻഡ്. അവൾ പറഞ്ഞേ, നിനക്ക് എത്ര ഹസ്ബൻഡ്? 7 പേരെ ഹസ്ബൻഡ്. ബാക്കി ഗേൾസ്കൾ ഷോക്കായി. ഇവിടുന്ന് പോടി. അങ്ങനെയായിട്ട് അതിലൊരു ഗോൾ പോയിട്ട് അവരോട് മുണ്ടാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും മാരേജ് ആയോ? യെസ് മാരേജ് ആയി. ഇവളാണ് എൻ്റെ വൈഫ്. ഞാൻ ആറും നോക്കാൻ തുടങ്ങി. യെസ് മൈ വൈഫ് എന്ന്. ആ ഗേൾക്ക് ഷോക്കായി. അവിടുന്ന് പോയി. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇപ്പോൾ ഈ കൊറിയൊക്കെ വന്നു. അങ്ങനെ കൊറിയയിൽ എല്ലാവരും കിടാക്കൾ പാട്ട് ആൽബം ചെയ്യാൻ തുടങ്ങി. കിടാക്കളെ അഭിനയിക്കുന്ന കുട്ടികളെ ഡാൻസ് പാട്ട്. ഹീറോയിന്മാരെല്ലാം കൂടെ ഡാൻസ് കളിക്കും. ഹീറോയിൻ ഇവരുടെ കൂടെ നന്നായിട്ട് അഭിനയിക്കും. ആക്ടിങ് ഡ്രാമയെല്ലാം ചെയ്യും. ഇന്ത്യൻ ഡ്രാമ എല്ലാ ലാംഗ്വേജ് നന്നായിട്ട് അഭിനയിക്കും. ഹാപ്പി എൻഡിങ്. ബൈ ബൈ ഫ്രണ്ട്സ്. സീ യു. ടാറ്റാ.